നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഈ ഒരു കർഷക ദിനമാണ്. അതുപോലെ തന്നെ ചിങ്ങം 1 എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. പക്ഷേ ഈ കർഷക ദിനത്തിൽ പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ നെൽ കർഷകരുടെ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. സംഭരിച്ച നെല്ലിൻ്റെ വില ആവശ്യപ്പെട്ടാണ് കർഷകർ സപ്ലൈകോ ഓഫീസിൽ കുത്തിയിരിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, ഈ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഈ ദിവസം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കർഷകരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പാലക്കാട്, എന്താണ് അവരുടെ ആവശ്യം? സ്വാതി, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചിങ്ങം 1 പുതുവർഷമാണ്, കർഷക ദിനം കൂടിയാണ്. ആ ദിവസത്തിലാണ് പാലക്കാട്ടെ ഒരു കൂട്ടം കർഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് നെല്ലിൻ്റെ 6 മാസമായി നെല്ല് സംഭരിച്ചിട്ട് എന്നാൽ അതിൻ്റെ തുക നൽകാൻ വേണ്ടി ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർഷകരുടെ പ്രതിഷേധം പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? നെല്ലിൻ്റെ പൈസ കിട്ടാത്ത പ്രശ്നം തന്നെയാണ്. ഏകദേശം 6 മാസമായി നെല്ല് കൊടുത്തിട്ട് കഴിഞ്ഞ നവംബർ തുടങ്ങിയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഏകദേശം ഒരു വർഷം ആകാനായി ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഈ രണ്ടാം വിളയുടെ അതിൻ്റെ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങളിപ്പോൾ ഇപ്പോൾ 1-ാം വിള ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട്. അതിനും കൂടി ചിലവ് കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അതാണ്. തീർച്ചയായും 2-ാം വിളയുടെ പൈസയാണ് നിലവിൽ ലഭിക്കാനുള്ളത്. 1-ാം വിള കൃഷിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും കടമൊക്കെ മേടിച്ചുകൊണ്ട് തന്നെയാണ് അവർ 1-ാം വിള കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓണക്കാലം കൂടിയാണ്. ഓണക്കാലത്താണ് നിങ്ങളുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് കഞ്ഞി വെക്കാൻ കൂടി കിട്ടാത്ത കണ്ടീഷനാണ്. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് പോയിന്റിലെ പൈസ കിട്ടിയിരിക്കുന്നത് ഒരു 4-5 മാസം മുമ്പാണ്. പിന്നെ സെക്കൻഡ് പോയിന്റ് ഇപ്പോൾ 6 മാസം ഞാൻ നെല്ല് കൊടുത്തിട്ട് 5 പൈസ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറയണമെങ്കിൽ പൂട്ടിയ കാശ് കൊടുക്കാനില്ല, കൊയ്ത്ത് മെഷീൻ്റെ കാശ് കൊടുത്തിട്ടില്ല, പണിക്കാർക്ക് കൊടുത്തിട്ടില്ല, യൂറിയ വാങ്ങിയ കാശ് കൊടുത്തിട്ടില്ല. എല്ലാം കടം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വെക്കാനില്ല. ഒരു 150 കോടി അനുവദിച്ചിരുന്നല്ലോ സർക്കാർ. മൊത്തം 303 കോടി രൂപ ബാലൻസ് ഇരിക്കുമ്പോഴാണ് 150 കോടി അനുവദിച്ചത്. ഇനിയൊരു 150 കോടി അനുവദിച്ചാൽ മാത്രമേ പാലക്കാടിലെ മുഴുവൻ നെൽകർഷകരുടെയും പണം കൊടുത്തു തരുള്ളൂ. ഇന്ന് ചിങ്ങം 1 ഇനി ഈ പ്രോസസ്സ് ഒരുപാട് വൈകുകയാണെങ്കിൽ നിങ്ങളെ നാട്ടുകാരെ അന്നം കൂട്ടുന്ന നെൽകൃഷിക്കാർ പിച്ച തരേണ്ടി വരും. സച്ചിൻ, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവരുടെ ആവശ്യം ന്യായമാണ്, അതിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്.